ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ റെസനേറ്റ് ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സത്യം എന്ത്, മിഥ്യ എന്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി പലപ്പോഴും കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങളിപ്പോഴും ഫൈറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചില സിറ്റുവേഷനോടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു ഫൈറ്റിംഗ് എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ കരഞ്ഞു തളർന്നിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ കരയിക്കാൻ കാരണമായ ആ സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറാൻ തയ്യാറായിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഇതിൽ നിന്നെല്ലാം എനിക്കൊരു മോചനം വേണം, ഒരിക്കലും കരഞ്ഞു തളർന്നിരിക്കേണ്ടിയ ഒരു വ്യക്തിയല്ല ഞാൻ, എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ടോക്സിക്കായിട്ട് ബന്ധിച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ മറ്റുള്ളവർ ചേർന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, അപ്പോൾ ആ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്ട്രെങ്ത് കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. മറ്റുള്ളവർ ചേർന്ന് നിങ്ങളെ താഴ്ത്തുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ വളരുവാൻ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ സാമ്പത്തികത്തെ, നിങ്ങളുടെ വളർച്ചയെ എല്ലാം അവർ ഞെരുക്കിക്കളയുന്നതായി കാണുന്നു. നിങ്ങൾക്ക് വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളിൽ വളരെയധികം ഊർജമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകേണ്ട വ്യക്തിയാണ്. പക്ഷേ പലരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയും മാനസികമായ ചില സംഘർഷങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ ശ്രമിക്കുന്നതായും കാണുന്നുണ്ട്. നിങ്ങളതിൽ ഭയപ്പെടുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. ഈ സമയത്ത് അത് നിങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ തിരിച്ചറിയാൻ സാധിക്കാതെ നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഭയപ്പെടുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ജോലിസ്ഥലത്ത് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ കുടുംബത്തിലാവാം. അങ്ങനെ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങളെ ഇങ്ങനെ തളച്ചിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ഇതിപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആകില്ല, ചില വ്യക്തികൾക്ക് മാത്രമാണ് റെസനേറ്റ് ആവുക. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അർഹമായ ഒരു റിസൾട്ട് ലഭിക്കുന്നില്ല. ഒരു നിരാശയിലും വിഷമത്തിലും നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും ഒരു ധൈര്യക്കുറവ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിവിടെ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോലിസ്ഥലത്താണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വാല്യൂ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും നൽകാത്തൊരു അവസ്ഥ. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് നിങ്ങളായിരിക്കും, ജോലിഭാരം നിങ്ങൾക്കായിരിക്കും ഉള്ളത്. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു വാല്യൂ പോലും നിങ്ങൾക്ക് നൽകാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കതിനെ ഒന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പോലും കഴിയാതെ മൗനമായിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട്. മറ്റുള്ളവർ എന്താണോ നിങ്ങളെ പറയുന്നത് അത് നിങ്ങൾക്ക് കേട്ട് നിൽക്കുവാനേ സാധിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാതെ
മൗനമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മുന്നോട്ട് പോകുന്നതിന് വളരെ തടസ്സങ്ങൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളുടെ പൊയ്മുഖങ്ങൾ തിരിച്ചറിഞ്ഞതിൽ വേദനിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചശക്തി ഇവിടെ നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അർഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വലിയൊരു സക്സസ് വരുന്നുണ്ട്. വളരെ ബെറ്ററായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നേരിടുന്നതായ ഏതു പ്രയാസമേറിയ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇവിടെ സാമ്പത്തികമായി ഉയർച്ച കൈവരുന്ന നിരവധി അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. തീർച്ചയായും യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതുപോലെ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് സാധ്യമാകുന്നതാണ്. വിദേശത്തേക്ക് ജോലി നോക്കുന്നവർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ ഇപ്പോഴുള്ള ദുഃഖങ്ങളും ആശങ്കകളും എല്ലാം ഒഴിഞ്ഞ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് വരാനിരിക്കുന്നത്. നിങ്ങളെ ഏത് സാഹചര്യമാണോ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്, എങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ കെട്ടിയിട്ടിരിക്കുന്നത്, ആ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നതാണ്. തീർച്ചയായും നിങ്ങളിവിടെ സാമ്പത്തികപരമായിട്ട് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ, നിങ്ങൾ ഇത്തരത്തിൽ റിലേഷൻഷിപ്പിൽ തീർച്ചയായും നിങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഒരു നോ കോണ്ടാക്റ്റ് ആണ് നിങ്ങൾക്കിപ്പോൾ ഉള്ള സിറ്റുവേഷൻ എങ്കിൽ, അത്തരത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുപോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന ആ ഒരു സ്നേഹം ഇവിടെ നിങ്ങൾക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആരായിരുന്നു, നിങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരതെല്ലാം മനസ്സിലാക്കി ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിൽ തീർത്തും ഒരു വഴിത്തിരിവ് സംഭവിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലും നഷ്ടങ്ങൾ സംഭവിച്ചതായി കാണുന്നു. എന്നാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ്. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അത് കൃത്യമായിട്ടൊരു ലക്ഷ്യം കാണും. ഒരു സക്സസ് നേടിത്തരുന്ന സമയമാണ്. തീർച്ചയായും നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നെത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരും. അതിനായി നിങ്ങൾക്ക് പലരുടെയും സഹായങ്ങൾ ലഭിക്കും. അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. നിങ്ങളുടെ മുൻപിൽ ഏത് വഴിയാണോ അടഞ്ഞത്, ആ വഴി നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിത്തരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും നിങ്ങളിലുള്ള മനോബലം വർദ്ധിക്കുകയും നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾക്കും ആളുകൾക്കുമെല്ലാം ഒരു മാറ്റമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.